ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഖില ശിവൻ യൂട്യൂബ് ചാനൽ. എൻ്റെ ഇന്നത്തെ യൂട്യൂബ് ചാനൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ പോണത് വലിയ സംഭവമൊന്നുമല്ല. എനിക്ക് വളരെ കുറച്ച് സാരികൾ. അപ്പം അതിൻ്റെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തന്നെ ഉള്ളൂ. കാരണം എനിക്ക് അത് കാരണം ഈ വീഡിയോ ജസ്റ്റ് നമുക്ക് ഒറ്റ വീഡിയോ കഴിഞ്ഞാൽ അല്ലാതെ കുറേ നേരം എടുത്ത് ചെയ്യേണ്ട വീഡിയോ ഒന്നും വരുന്നില്ല. കാരണം എനിക്ക് ആകെ കൂടിപ്പോയ എനിക്ക് സ്വന്തമായിട്ട് കൂടിപ്പോയ ഒരു 6-5 സാരി ഉണ്ടാവുള്ളൂ. കാരണം ഞാനങ്ങനെ വലിയ സാരി പ്രേമിയൊന്നും അല്ല. മീൻസ് അങ്ങനെ എനിക്ക് സാരീനോടൊന്നും വലിയ ക്രേസ് ഒന്നും. പക്ഷെ എനിക്ക് കൂടുതൽ ആ ഒരു ഹിന്ദു ടച്ചുള്ള സാരികളാണ് എനിക്ക് ഉണ്ടാവുക എപ്പോഴും കൂടുതൽ. കാരണം നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഉടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ സാരികൾ മാത്രമാണ് എൻ്റെ കയ്യിലുള്ളൂ. അല്ലാതെയുള്ള 1-2 സാരികളെ ഉണ്ടാവുള്ളൂ. അത് ചിലപ്പോൾ അത്രയ്ക്ക് കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഫങ്ഷൻ എന്തെങ്കിലും വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നു, അല്ലാതെ മേടിച്ചിട്ടുണ്ടാവില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഒരു സെറ്റ് സാരി തന്നെ ഒരു 4 സെറ്റ് സാരി തന്നെ എനിക്കുണ്ട് സ്വന്തമായിട്ട്. ഫസ്റ്റ് വൺ ഇതാണ്. ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതൊരു സെറ്റ് സാരിയാണ്. ഇത് എൻ്റെ അമ്മയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയ സാരിയാണ്, ഞാൻ അടിച്ചു മാറ്റി, അത്രേ ഉള്ളൂ. പിന്നെ ഇതെനിക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെയാണ് ഞാൻ വെക്കാതെ അറിയാലോ. അത് കല്യാണം കഴിഞ്ഞോട് വന്നു എൻ്റെ ഫസ്റ്റത്തെ ഓണത്തിന് എനിക്ക് എൻ്റെ മദറിലോ വാങ്ങിച്ചു തന്ന സെറ്റ് സാരിയാണ്. എൻ്റെ ചേട്ടൻ്റെ അമ്മ വാങ്ങിച്ചു തന്ന സാരിയാണ്. പിന്നെ എനിക്കൊരു 2 സാരികളുണ്ട്, അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. പിന്നെ ഇതെനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടമുള്ളൊരു സാരിയാണ്. ഇത് എന്തൊക്കെയോ സിൽക്കാണ് സാധനമാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇതുപോലെ എൻ്റെ ഒരു ചേട്ടൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് മേടിച്ചു തന്നതാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് പേർക്ക് മേടിച്ചു തന്നതാണ്. അതിലൊരു സാരിയാണ്. ഇതിന് ബ്ലൗസ് വരുന്ന ഒരു പിങ്ക്, ഈ ഒരു മെറൂൺ പിങ്ക് പോലത്തെ ഒരു ബ്ലൗസ്, അടിപൊളി സാരിയും ബ്ലൗസ്. ഇത് ഭയങ്കര സോഫ്റ്റ് ചെയ്ത് ഉടുക്കാൻ, അമ്പലത്തിലൊക്കെ ഉടുക്കാൻ അടിപൊളിയാണ്. ഞാൻ വേണമെങ്കിൽ ഈ ഓരോ സാരി ഇട്ടുമ്പോൾ അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഞാനിങ്ങനെ അത് ഉടുത്ത ഫോട്ടോസ് ഞാൻ വെച്ച് തരാം. പറ്റുമെങ്കിൽ, എനിക്ക് അങ്ങനെ ഒന്നും എഡിറ്റ് ചെയ്യാൻ അറിയില്ല, പറ്റുമെങ്കിൽ ഞാൻ ചെയ്തു തരാം. പിന്നെ നെക്സ്റ്റ് വേണ്ടത് ഈ സാരി, ജിൽ സാരി. ഇത് നല്ല ഒതുക്കി വെച്ച സാരിയാണിത്. ഇതുപോലത്തെ തന്നെ ഒരു ബ്ലൗസ് വരുന്നത്. ഇതെല്ലാത്തിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് വെക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇതെങ്ങനെയാണ് ശരിക്കും സാരി. ആ സാരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കാണിച്ച ഈ സാരി എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ എൻ്റെ ചേട്ടൻ്റെ അമ്മ ഞങ്ങൾക്ക് കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കല്യാണ സാരിയൊക്കെ മേടിക്കാൻ പോകുമല്ലോ. അപ്പം മേടിക്കാൻ പോയപ്പം ഞാൻ ആ വഴി ചുമ്മാ പോയപ്പോൾ കണ്ടൊരു സാരിയാണിത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വെച്ചു, നല്ല സാരി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ വെച്ച്. അത് ചേട്ടൻ്റെ അമ്മ വാങ്ങിച്ചു തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു അമ്മ മേടിച്ചു തന്നൊരു നല്ല സാരിയാണിത്, പാവം. പിന്നെ ഇത് ഒരു പുതിയ സാരിയാണ്. ഇപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും, കുറേ പേർക്ക് മൊഡാലി സിൽക്കാണ് അങ്ങനത്തെ സാധനത്തിൻ്റെ ഇതിന് വിത്ത് ബ്ലൗസ് ഉണ്ട്. അവിടെ ഇരിപ്പുണ്ട്, എൻ്റെ അച്ഛൻ തയ്ച്ചു തന്നിട്ടൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ കൂടെ ബ്ലാക്ക് ബ്ലൗസ് അങ്ങ് ഇടും. പക്ഷേ ഇതേ ബ്ലൗസ് തന്നെ കിടിലതായിരിക്കും. പിന്നെ ഈ സാരി, ഇത് ഞാൻ അമ്മയുടെ നിന്ന് അടിച്ചു മാറ്റിയ സാരിയാണ്, ഉടുത്തിട്ടൊന്നുമില്ല ഇതുവരെ. ഒരു നല്ല സാരി അത്. ഇതൊരു ബ്ലാക്ക് ബ്ലൗസ് എനിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ ഓർത്ത് ഇത് അമ്മയുടെ നിന്ന് അടിച്ചു മാറ്റുകയാണെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് വെച്ചിരുന്ന. നെക്സ്റ്റ് ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഈ സാരിയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഹിന്ദു ടച്ചും, അമ്പലത്തിലൊക്കെ പോയാൽ ഒക്കെ ഭയങ്കര കിട്ടില്ല മാറി ആൾക്കാർ നിൽക്കുന്ന ടൈപ്പ് ഒരു സാരിയാണ്. പിന്നെ എനിക്കതങ്ങ് ഭയങ്കരമായിട്ട് ചേരും. എല്ലാവർക്കും ചേരുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാൾ എനിക്ക് വാങ്ങിച്ചു തന്നതാണ്. ഇത് ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത് എൻ്റെ മാഡം എനിക്ക് മേടിച്ചു തന്നൊരു സാരിയാണിത്. പിന്നെ പറയുകയാണെങ്കിൽ ഇതും അമ്മയുടെ നിന്ന് അടിച്ചു മാറ്റിയതാണ്. അമ്മയുടെ അമ്മ കാഞ്ചീപുരത്ത് പോയപ്പം ഗിഫ്റ്റ് ചെയ്ത സാരിയാണ്. ഇത് ഞാൻ അടിച്ചു മാറ്റി. ഓക്കെ, ഇതുപോലെ ചേട്ടൻ്റെ നാത്തൂൻ്റെ സാരിയാണോ, എൻ്റെ നാത്തൂൻ്റെ സാരിയാണോ അതോ ചേട്ടൻ്റെ ചേച്ചി, അതാണ് ഞാൻ അങ്ങനെ പറയണത്. ചേട്ടൻ്റെ ചേച്ചി, ഞങ്ങൾ അക്കാന്ന് വിളിക്കും. ആ ചേച്ചിയുടെ സാരിയാണ് എന്ന് തോന്നണേ. എനിക്ക് ഇതുപോലെ അമ്മ ഇങ്ങനെ എനിക്ക് ഈ കളർ ബ്ലൗസ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാനിത് എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എടുത്തോളാൻ പറഞ്ഞു. മീൻസ് അല്ലാതെ തന്നെ അവരെനിക്ക് കുറച്ച് സാരിയൊക്കെ തന്നു, അതിലുള്ള സാരി ഇതൊക്കെ. പിന്നെ ഈ സാരീനെ പറ്റി പറയാനാണെങ്കിൽ
ഗായ്സ് കഥയാണ് കഥ. ഇത് എൻ്റെ 2018 തൊട്ട് എൻ്റെ കൂടെ ഉള്ളൊരു സാരിയാണ് ഈ സാരി. അതായത് എൻ്റെ കോളേജിൽ ഞാൻ പാസ് ഔട്ട് ആവുന്നത് 2018 അപ്പോൾ ഫെയർവെല്ലിന് ഉടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചൊരു സാരിയാണിത്. ഞാനെടുത്തു, എൻ്റെ അമ്മ എടുത്തു, കുറേ പേര് എടുത്തിട്ടുള്ള സാരിയാണ് ഇത്. എത്രയാണ് ഇത് സാരിയല്ല, ഇത് ആക്ച്വലി ഇത് മെറ്റീരിയൽ മുറിച്ചെടുത്തത് മേടിച്ചേക്കണതാണ്. ഇത് നമുക്ക് ഒരു അടിപൊളി റെഡ്, ബ്ലാക്ക്, ബ്രൗണ് ഏതൊക്കെ കളർ വേണമെങ്കിലും ഡ്രസ്സിൻ്റെ കൂടെ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ, ബ്ലൗസിൻ്റെ കൂടെ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ കിട്ടുമായിട്ട് നിൽക്കും. ഭയങ്കര വണ്ണുള്ളവരൊക്കെ ആണെങ്കിൽ മെലിഞ്ഞിരിക്കും എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ നല്ല ഷേപ്പായിട്ടൊക്കെ ഇരിക്കും എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു പാറ്റേൺ സാരി. പിന്നെ ഈ ഒരു സാരി, ഞാൻ ഈ സാരി എനിക്ക് ഉടുക്കാനൊന്നും അറിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വലിച്ചു വാരി കിടക്കുന്നത്. ഇതൊരു അടിപൊളി സാരി കേട്ടോ. അത് ഉടുത്താൽ രക്ഷയില്ല. അത് ഉടുത്താൽ ഇത് കറക്റ്റ് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഉടുത്ത് നിൽക്കാൻ പറ്റുന്നൊരു സാരിയാണ്. ഇതുപോലെ എൻ്റെ ചേട്ടൻ എനിക്ക് തന്ന സാരിയാണ്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇതുവരെ എൻ്റെ കിട്ടിയ ഒരു സാരിയും തന്നില്ലേ എന്ന് വിചാരിക്കും. കല്യാണ സാരി ഉണ്ട് കേട്ടോ, അത് വേറെ, ഞാൻ അതൊരു വേറെ ദിവസം കാണിച്ചു തരാം. ഇത് എൻ്റെ ചേട്ടൻ എനിക്ക് തന്ന സാരി. ഇത് അത്യാവശ്യം നല്ല എന്തോ ഒരു മെറ്റീരിയൽ സാരിയാണിത്. ഇതെടുത്ത് ഞാൻ എവിടെ പോയാലും എല്ലാവരും ചോദിക്കും അടിപൊളി സാരിയാണെന്ന്. എന്ത് ചെയ്യാൻ, അവരെന്നെ തന്നിട്ടുള്ളൂവെങ്കിലും അത് അത്ര ഉണ്ടത്. പിന്നെ ഇതും എനിക്ക് ചേട്ടൻ്റെ ചേച്ചിയുടെ സാരി എനിക്ക് അമ്മ തന്നതാണ്. ചേച്ചി ഇവിടെ ഉടുക്കാൻ തന്നതാണ്. ഇനിയിപ്പോൾ അവർ ചോദിച്ചാൽ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കേണ്ട ടൈപ്പാണല്ലോ നമ്മൾ. അങ്ങനത്തെ ഒരു സാരിയാണിത്. അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സ്വന്തമായി സാരി വളരെ കുറവാണ് ഗായ്സ്. അപ്പോൾ ഉള്ള സാരികളാണിത്. പിന്നെ ഇത് അടിപൊളി സാരിയാണ്. ഇത് ഉടുത്തിട്ടില്ല, ഇതിച്ച് ചൂടെടുക്കും. എവിടെയെങ്കിലുമൊക്കെ ഉടുക്കാൻ കിട്ടുമ്പോൾ ഞാൻ ഉടുക്കും, അത്രേ ഉള്ളൂ. എവിടെയും കിട്ടിയിട്ടില്ല ഉടുക്കാൻ. ഇത് ഗോൾഡൻ ബ്ലൗസ് ഉള്ളതുകൊണ്ട് ഉടുത്ത് പോവാം. ഇതുപോലെ എനിക്ക് ഗിഫ്റ്റല്ല, എനിക്ക് ഇതുപോലെ തന്നൊരു സാരിയാണ്. പിന്നെ ഇതുപോലത്തെ എന്തോ ഒരു പട്ട് സാരി പോലത്തെ, ഇത് ചേട്ടൻ്റെ അമ്മ എനിക്ക് തന്ന സാരിയാണ്. ചേട്ടൻ്റെ അമ്മയ്ക്കൊക്കെ കുറേ ബ്ലൗസും സാരിയും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ വന്നപ്പോൾ എനിക്ക് കുറച്ച് സാരികൾ തന്നു. അതിലുള്ളതാണ് ഇത്. കഥയുടെയും ചേട്ടൻ്റെ അമ്മയുടെയും ചേട്ടൻ്റെ എൻ്റെ ചേട്ടൻ്റെ ചേച്ചിയുടെ ചിറ്റ, അതായത് എൻ്റെ ചിറ്റ എന്ന് പറയുമ്പോൾ ചേട്ടൻ്റെ അമ്മയുടെ അനിയത്തി, അവരുടെയൊക്കെ സാധനങ്ങളൊക്കെയാണ് ഇത്. ഇതിലേതൊക്കെയോ ഇപ്പം ഞാൻ കാണിച്ച എനിക്ക് 2-3 അമ്മ ചേച്ചിയും തന്നു എന്ന് പറഞ്ഞു. നരച്ചമുടി തന്നു എന്ന് പറഞ്ഞില്ലേ, അതിലുള്ളതാണ്. പിന്നെ ഇതുപോലെ തന്നെ ഒരു സെറ്റ് സാരിയാണ് ഇത്. ഞാൻ 4 തൊഴാൻ പോയി കൊടുത്ത സാരിയാണ്. സെറ്റ് സാരി ഞാൻ പറഞ്ഞില്ലേ, 3ാമത്തെ സെറ്റ് സാരി. ആൻഡ് ദിസ് ഇസ് 4ാമത്തെ സെറ്റ് സാരി ഗായ്സ്. ഇതിനെപ്പറ്റി ഈ സെറ്റ് സാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സെറ്റ് സാരി എന്ന് പറഞ്ഞാലും ഇതും ഇതുപോലെ ചേട്ടൻ്റെ ചേച്ചിയുടെ അല്ലെങ്കിൽ ചേട്ടൻ്റെ അമ്മയുടെ സാരിയാണിത്. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അമ്മൂമ്മയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയ സാരിയാണ്. അമ്മൂമ്മ എനിക്ക് തന്ന സാരിയാണിത്. ഞാൻ ഇവിടെ ഓണത്തിന് എനിക്ക് കഴിഞ്ഞതിന് മുമ്പത്തെ ഓണത്തിന് തന്ന സെറ്റ് സാരിയാണിത്. അയ്യോ കണ്ടോ. അപ്പോൾ ഇത്ര എനിക്ക് എൻ്റെ സാരി കളക്ഷൻ, വളരെ കുറച്ച് സാരി കളക്ഷൻസ് ഉള്ളത്. കൂടിപ്പോയാൽ ഞാൻ ഇപ്പോൾ എത്ര ഉണ്ട്, 1 2 3 4 5 6 7 8 9 10 11 സാരി എനിക്കേ ഉള്ളൂ. പിന്നെ എൻ്റെ കല്യാണ സാരി, അതായത് ആദ്യം കെട്ടുമ്പോൾ എടുത്ത സാരി, അത് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരുമ്പം മേടിച്ച സാരി, ഇങ്ങനെ 2 സാരിയും കൂടെ ഉള്ളൂ. അപ്പോൾ 12 2 14 സാരിയാണ് എനിക്ക് ആദ്യം ഉള്ളൂ. അതിൽ ഈ 12 സാരിയിൽ ഒരു 4 സാരി ആയിരിക്കും എൻ്റെ സ്വന്തം. ബാക്കിയൊക്കെ എനിക്കിങ്ങനെ കിട്ടിയ സാരികളാണ്, ഗിഫ്റ്റ് കിട്ടിയത്, അങ്ങനത്തെ സാരികളൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ കാശ് കൊടുത്ത് എനിക്കായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട് മേടിച്ചത് ചിലപ്പോൾ ഒരു 2 3 4 സാരി ഉണ്ടാവുള്ളൂ, അത്ര സാരി ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ അങ്ങനെ വലിയ അങ്ങനെയായിട്ടല്ല, എനിക്കിഷ്ടമാണ് സാരി കൊടുത്താൽ. പിന്നെ സാരി ഉടുക്കുമ്പം നമ്മളിപ്പോൾ എപ്പോഴും നമുക്ക് അതിനുള്ളൊരു സിറ്റുവേഷനും കൂടെ വരണമല്ലോ. നമ്മളെയൊക്കെ സംബന്ധിച്ച് അമ്പലത്തിലെ ഉത്സവത്തിന് താലം എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഏതെങ്കിലും കസിൻസിൻ്റെ കല്യാണം, ഇങ്ങനെയൊക്കെ. ഗായ്സ്, എനിക്കൊരു ഓറഞ്ച് സാരി ഉണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് PP, അവനെനിക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് തന്ന സാരി. അത് വീട്ടിലിരിക്കുക, എൻ്റെ വീട്ടിൽ. അതുകൊണ്ടാട്ടോ അതും കൂടെ കാണിക്കാത്ത. അപ്പോൾ എനിക്ക് 15 സാരി ഉണ്ട് ഗായ്സ്. ഓക്കെ, ആ സാരി എനിക്ക് അവൻ ഗിഫ്റ്റ് തന്നു. ആ സാരി ഞാനിപ്പോൾ ഓർക്കുന്നത്, കാരണം ക്ലോസ് കസിൻ്റെ കല്യാണം എന്ന് പറയുമ്പോൾ ഞാൻ ഓർത്തത് എൻ്റെ ഒരു ക്ലോസ് കസിൻ്റെ കല്യാണത്തിന് ഞാൻ കൊടുത്ത സാരി അതാണ്.
അത് ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സാരി, അവിടെ തന്നെ വെച്ച് എന്ന് വെച്ചാൽ അതവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. ഞാൻ ആ സാരിയുടെ കാണിക്കുമ്പോൾ തന്നെ ഞാൻ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ ഇത്രയും സാരി കളക്ഷൻസാണ് എനിക്കുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ബിലോ ഗായ്സ്.